ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കൈവരിച്ച ബെനഡിക്ട് 16 പാപ്പ വിശ്രമമുറിയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊണ്ടതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മാത്യു ബ്രൂണി ബെനഡിക്ട് 16 പാപ്പയുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്ഥിരീകരണം നടത്തിയത്. എമിരറ്റസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി തുടക്കത്തിൽ വഷളാവുകയും തുടർന്ന് വൈദ്യസംഘത്തിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി മെച്ചപ്പെടുകയായിരുന്നു. ആ സ്ഥിതി ഇപ്പോഴും തുടരുന്നതായും കഴിഞ്ഞ ദിവസം എമിരറ്റസ് പാപ്പയ്ക്ക് നന്നായി വിശ്രമിക്കാൻ സാധിച്ചുവെന്നും പാപ്പയുടെ മുറിയിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ പാപ്പ സജീവമായി പങ്കെടുത്തുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി വെളിപ്പെടുത്തി. എന്നാൽ എമിരറ്റസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ തുടരണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് റോമാ രൂപത. രൂപതയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ബെനഡിക്ട് പാപ്പയ്ക്ക് വേണ്ടി രൂപതയുടെ കീഴിലുള്ള ദൈവാലയങ്ങളിലും ചാപ്പലുകളിലും വിശ്വാസി സമൂഹം പ്രത്യേക പ്രാർത്ഥനകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും രൂപത നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതേസമയം സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ റോമാ രൂപതയുടെ വികാരി ജനറൽ കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസ് ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. റോമൻ സമയം വൈകിട്ട് 5:30 നടന്ന വിശുദ്ധ ബലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ റോമാ രൂപതയെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ബെനഡിക്ട് 16 പാപ്പയെന്ന് കർദിനാൾ ആഞ്ചലോ സ്മരിച്ചു. കൂടാതെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ എളിമയോടെ പ്രവർത്തിച്ച വ്യക്തിയും സത്യത്തിന്റെയും ആനന്ദത്തിന്റെയും സഹകാരിയും ക്രിസ്തുവിനോടും സഭയോടുമുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും സാക്ഷ്യം കൂടിയായിരുന്നു എമിരറ്റസ് പാപ്പയെന്ന് കർദിനാൾ ആഞ്ചലോ ചൂണ്ടിക്കാണിച്ചു. പേപ്പൽ സ്ഥാനം ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ സഭയെക്കുറിച്ച് സഭ ജീവിക്കുന്നു, കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് ബെനഡിക്ട് പാപ്പ ആവർത്തിക്കാറുള്ള കാര്യവും കർദിനാൾ ആഞ്ചലോ സ്മരിച്ചു. മരണത്തിനു വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മരണത്തെക്കുറിച്ച് സങ്കല്പിക്കുകയല്ല, മറിച്ച് ആ ചിന്തയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നായിരുന്നു എമിരറ്റസ് പാപ്പ നൽകിയ മറുപടിയെന്നും വിശുദ്ധ കുർബാന മധ്യേ കർദിനാൾ ആഞ്ചലോ ഓർമ്മപ്പെടുത്തി. സന്ദേശത്തിന്റെ അവസാനത്തിൽ ജോസഫ് നാമധാരിയായ എമിരറ്റസ് പാപ്പയ്ക്ക് യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും പിന്തുണയ്ക്കട്ടെ എന്നും ആശംസിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.